ഇതാണ് ഞാൻ താമസിച്ചിരുന്ന ഷിംല. എൻ്റെ ഓർമ്മകൾ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്ന ഷിംല. അങ്ങനെ എൻ്റെ ഭാര്യനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നേക്കാണ്. എങ്ങനെയുണ്ട്? ഞാൻ കേട്ട് ഇവിടെ സൂപ്പ് 10 രൂപയുള്ളൂ, മോമോസിന് 20 രൂപ ഫുള്ളിന്. എൻ്റെ കയ്യിലേക്ക് ഞങ്ങൾ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പം സൂപ്പും കാര്യങ്ങളെല്ലാം കുടിച്ച് നമ്മൾ നടക്കാണ്. നമ്മളിന്ന് ലോക്കൽ പ്ലേസുകളും കാര്യങ്ങളെല്ലാം പോകുന്നുള്ളൂ. വെൽക്കം ടു നിഫിം വ്ലോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാലക്കുടിക്കാരൻ. അപ്പോൾ ഞങ്ങളിപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ പത്രിക ഗേറ്റ് ജയ്പൂരാണ് ഉള്ളത്. റെയിൽവേ സ്റ്റേഷനിൽ പോണ വഴി ഒന്ന് കയറിയതാണ്. നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. പത്രിക ഗേറ്റ് വേറെ തന്നെ ലെവല്, നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ടിക്കറ്റും കാര്യങ്ങളും ഒന്നുമില്ല, ജസ്റ്റ് നൈറ്റ് ഒന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ഏരിയ, ഫ്രണ്ട്സൊക്കെ ആയിട്ട് കേട്ടോ. അങ്ങനത്തെ ഉള്ള ഒരു ഏരിയയാണ്. പക്ഷേ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇനി നമ്മൾ എങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചണ്ഡീഗഡ് പോവാണ്. എന്തിനാ ചണ്ഡീഗഡ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിംലയ്ക്ക് പോകാൻ വേണ്ടി. അവിടുന്ന് കൽക്കയ്ക്ക് പോയിട്ട് കൽക്കന്ന് ഷിംല ടോയ് ട്രെയിൻ പിടിക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യണേ. അറിയില്ല എന്താണ് നടക്കാതെ, നമുക്ക് നോക്കാം. നമ്മുടെ ട്രെയിൻ ഇവിടെ എഴുതിയിട്ടുണ്ട് 19411 B2ലാണ് നമ്മൾ കയറുന്നത്. നമ്മുടെ ലഗേജ് കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിറച്ച് നേരം കേട്ടോ, നിറച്ച് ആൾക്കാരാ. നമ്മുടെ ട്രെയിൻ ഇവിടെ എത്തിച്ചേർന്നേക്കാണ്. ഇതെന്നിട്ടത് ട്രെയിൻ മൊത്തം പരസ്യമാണല്ലോ, എഞ്ചിൽ മൊത്തം പരസ്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. പതുക്കെ കയറിയാൽ മതി, 10 മിനിറ്റ് നിർത്തും. ഇവർ ഇടിച്ച് കുത്തി കയറട്ടെ, അതായിട്ട് നമുക്ക് കയറാം. ഇവിടെ മൊത്തത്തിൽ ലഗേജും കാര്യങ്ങളും ആൾക്കാർ ഇടികൂട്ടുണ്ട്. ഞങ്ങളുടെ സീറ്റിൽ വേറെ ആൾക്കാർ കൊണ്ട് ലഗേജ് വെച്ചേക്കാം. ഒരു കുടുംബം അങ്ങോട്ട് വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ ലഗേജും കൊണ്ട് വെച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്ത്. എൻ്റെ തൊട്ടടുത്ത് വേറെ ചേട്ടനും ചേച്ചിയും ബുദ്ധിമുട്ടുന്നുണ്ട്. ഇതാണ് അവസ്ഥ. അങ്ങനെ നമ്മള് ചണ്ഡീഗഡ് എത്തിയേക്കാണ്. വേറൊരു കാര്യം അറിയോ, എല്ലാ റെയിൽവേ സ്റ്റേഷനിലും പണി നടക്കാൻ കേട്ടോ. നോർത്ത് ഇന്ത്യയില് മിക്ക റെയിൽവേ സ്റ്റേഷനിലും റിട്ടയർ റൂമൊന്നും ഉണ്ടാവില്ല, അതാണ് പ്രശ്നം. അങ്ങനെ ഞങ്ങളൊരു കാറ് എടുത്തിട്ട ടാക്സി ഷിംലയ്ക്ക് പോകാൻ വേണ്ടി. ടോയ് ട്രെയിൻ ഉണ്ട്, പക്ഷെ ടോയ് ട്രെയിനിൽ ടിക്കറ്റ് ഇല്ല. ഞാൻ ഭയങ്കര ടയേർഡാണ്, എനിക്ക് നിന്ന് പോകാൻ വയ്യ, അത് വേറെ കാര്യം. പിന്നെ മെഹനുണ്ട്, അപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ പെയ്തിട്ടുണ്ട്. നല്ല മൂടൽ മഞ്ഞാണ്. ഞാൻ കുറച്ചു നേരം നല്ല രീതിയിലൊന്ന് ഉറങ്ങട്ടെ. അപ്പോൾ നല്ല ഉറങ്ങിയിട്ടാ എഴുന്നേറ്റു. എൻ്റെ പിന്നെ 8 മണിക്ക് വണ്ടിയിൽ കയറി കിടന്നതാണ്. ചണ്ഡീഗഡിൽ നിന്ന് ഉറങ്ങിയതാ. ഇനി ഒരു മണിക്കൂറും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഷിംലയിലെത്തും. ശരിക്കും പറഞ്ഞാൽ ടോയ് ട്രെയിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഇവിടെ കാറിലെത്താൻ പറ്റും കേട്ടോ. ടോയ് ട്രെയിൻ ഒരു 4 മണിക്കൂർ 5 മണിക്കൂറിൻ്റെ അടുത്തെങ്കിലും പിടിക്കും ഷിംലയിലെത്തണമെങ്കിൽ. കാറിന് ഒരു 3 മണിക്കൂറിനുള്ളിൽ കാർ എത്തും. റോഡുകളൊക്കെ പക്കയാണ്. ഇതാണ് നമ്മുടെ ഡ്രൈവർ. ഹായ്. ആള് പഹാടിയാണ് കേട്ടോ, ഹിമാചലിയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഷിംലയിൽ എത്താറായിട്ടോ. ഇതാണ് നമ്മൾ കഴിക്കണ ഭക്ഷണം, ആലു പൊറോട്ടയും അച്ചാറും. ഇവിടുത്തെ മെയിൻ ഫുഡാണ് എല്ലാവരും കഴിക്കണേ. മേനയ്ക്കും കിളി പോയ പോലെ ഇരിക്കണില്ല. മേനു ഒന്ന് നോക്കിയേ, വക്കത്തിന്ന് കഴിഞ്ഞിട്ട് കിളി പോയ പോലെ ഇരിക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വണ്ടിയിലേക്ക് കയറി പുറത്തിറങ്ങാൻ പറ്റില്ല കേട്ടോ, നല്ല തണുപ്പാണ്. ഞാൻ ആദ്യം ഹേമു ഭയ്യനെ പരിചയപ്പെടുന്ന സ്ഥലം ഇതാണ് കേട്ടോ, ഈ പോസ്റ്റ് ഓഫീസിന്റെ ആണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട്. ഹലോ. എനിക്ക് ഏറ്റവും ഓർമ്മകളുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഞാൻ ഷിംലയിൽ വന്നിട്ട് ആദ്യമായിട്ട് ഹേമു ഭയ്യനെ പരിചയപ്പെടുത്തിയത് ഇവിടെയാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഏരിയ ഉണ്ട്. ഫൈനലി അങ്ങനെ നമ്മൾ എത്തി ഷിംലയില്. എത്ര വർഷങ്ങളായതറിയോ? 1 വർഷം കഴിഞ്ഞു ഞാനിവിടെ വന്നിട്ട്. മെഹനുവിനെ അങ്ങനെ എത്തിച്ചേക്കാണ്. മെഹനു ഇതാ വസ്തു നോക്കി, ബാസന്തിയുടെ പോലെ. ഇതാണ് ഞാൻ താമസിച്ചിരുന്ന ഷിംല. എൻ്റെ ഓർമ്മകൾ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്ന ഷിംല. അങ്ങനെ എൻ്റെ ഭാര്യനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നേക്കാണ്. എങ്ങനെയുണ്ട്? ഞാൻ കേട്ട് എന്നെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, എനിക്കറിയാം. എങ്ങനെയുണ്ട് തണുപ്പ്? ഇപ്പൊ ഇച്ചിരി കുറവുണ്ട്, നേരത്തെ നല്ലോണ്ടായിരുന്നു. നമ്മുടെ ഹേമു ഭയ്യ ഒരാൾ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് ഇവിടെ താമസിക്കാൻ വേണ്ടി. വികാസ് അഭിഷേക്. അപ്പൊ ഇവിടെ റൂം ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇവിടെ റൂം ഫ്രീ ആണ്. ഇതാണ് ഷിംലയിലത്തെ റൂട്ടുകൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. എൻ്റെ മുമ്പത്തെ വ്ളോഗിൽ നിങ്ങൾ അറിയാം. ഇത് ഇങ്ങനത്തെ ഒരു ഏരിയ കൂടെ നമുക്ക് പോകണം. നമ്മൾ റൂം എത്താറായി. ഇത് തൊട്ടടുത്താണ് റൂം. ഇവിടുത്തെ ഓരോ റൂമുകളിലും ഞാൻ താമസിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിട്ടോ. മെഹനുവിൻ്റെ ഡ്രസ്സ് നോക്കി. നിങ്ങൾ വിചാരിക്കും ഒരു ഡ്രസ്സുള്ളൂന്ന്. ഒരു ഡ്രസ്സല്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ 3 ഡ്രസ്സാണ് ഇട്ടേക്കണേ. പാൻറ്, ഒരു പാൻറ്റല്ല, അതിൻ്റെ ഉള്ളിൽ ഒരു പാൻറ്റും കൂടി ഇട്ടിട്ടുണ്ട്. 2 പാൻറ്റും 3 ഡ്രസ്സും അതിൻ്റെ മുകളിലാണ് ഇത് ഇട്ടേക്കണേ.
അടിപൊളി. തെർമൽസ് എടുക്കുന്ന ആളുണ്ടോ? തെർമൽസ് എടുക്കുന്ന നാലെണ്ണം. ഞാൻ അവിടെ ഈ ഷർട്ടും ഈ ജാക്കറ്റ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അടുത്ത സംഭവം നമ്മളൊരു കടയുടെ അവിടേക്ക് വന്നിട്ടുണ്ട്. നടന്ന് ഇവിടെ നിന്ന് സൂപ്പ് കുടിക്കാം. ഇവിടെ സൂപ്പ് 10 രൂപയുള്ളൂ, മോമോസിന് 20 രൂപ ഫുള്ളിന്. അങ്ങനെ കുറച്ച് പൈസ ഉള്ളു മൊത്തത്തിൽ. ഒരാള് സൂപ്പ് കുടിക്കണതൊക്കെ ഗ്ലൗസ് എങ്ങനെയുണ്ട്? തക്കാളി സൂപ്പോ? എനിക്കറിയാമല്ല. വെറൈറ്റി ആയിട്ട് ആടാ, എന്റെ കയ്യിലേക്ക് ഞങ്ങള് ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല. ഞങ്ങളെന്ന് പറഞ്ഞ ഞാൻ മാത്രം. അപ്പൊ സൂപ്പും കാര്യങ്ങളെല്ലാം കുടിച്ച് നമ്മൾ നടക്കാണ്. നമ്മളിന്ന് ലോക്കൽ പ്ലേസുകളും കാര്യങ്ങളെല്ലാം പോകുന്നുള്ളൂ. ആദ്യം സൂപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. എന്നിട്ട് ആളോട് ഉപ്പിച്ചിട്ട് കൂടുതലാന്ന് പറഞ്ഞ സോസ് വെച്ചൊന്നില്ലേ. അപ്പൊ നമ്മള് എവിടേക്ക് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ പ്ലേസുകളും യൂണിവേഴ്സിറ്റികളെല്ലാം മെഹനുവിനെ കാണിച്ചു കൊടുക്കാനാണ് ഞാൻ പോകുന്നത്. ഇവിടുത്തെ കടകളും കാര്യങ്ങളും കണ്ട, ഇവിടുത്തെ പച്ചക്കറി കട, പ്രിന്റിംഗ് ഷോപ്പ്, മരുന്ന് കട എല്ലാം ഇതുപോലെ റോഡ് സൈഡിലാണ് കേട്ടോ. നമ്മൾ പോകുന്ന റൂട്ടിൽ ഇവിടുന്ന് ഒരു ഗുലാബ് ജാം കഴിച്ചുട്ടോ. കിടിലൻ ഗുലാബ് ജാം ആണ്. അതിന്റെ ഡീറ്റെയിൽസ് നോക്കണമെങ്കിൽ ഇൻസ്റ്റയിലൊന്ന് നോക്കിയാൽ മതി. അപ്പൊ മേലും നടക്കാം. എങ്ങനെയുണ്ടായിരുന്നു ഗുലാബ് ജാം? വെറൈറ്റി ചെയ്യില്ലേ? എങ്ങനെയുണ്ട് അതിൻ്റെ ഉള്ള ആ ഒരു എന്താ അതെന്താന്നറിയോ? കോക്കനട്ട് ഗ്രേറ്റിംഗ് വെച്ചിട്ടുള്ള പാനീയ, എന്തോ ഒരു വേറെ പാനീയ. ഭയങ്കര സോഫ്റ്റ്. നമ്മൾ സമ്മർ ഹിൽസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ വന്ന് ഇറങ്ങണ്ടായിരുന്ന സ്ഥലം. അല്ല, ഇത് കഴിഞ്ഞിട്ടാണ് ഷിംല. പാളന്തേ ഇത് ഇവിടേക്കുള്ള പാളം അങ്ങോട്ടുണ്ട്. ഇതാണ് സമ്മർ ഹിൽസ് റെയിൽവേ സ്റ്റേഷൻ. ഞാൻ എപ്പോഴും വന്ന് ഇറങ്ങാറുള്ളത്. എങ്ങനെയുണ്ട്? ഇത് വിൻറ്റേജ് സെറ്റപ്പ് അല്ലേ? അതാണ് അവരൊന്നും ഇറങ്ങണ പോലെ അല്ലേ? ഇവിടെയാണോ ഇനി അവര് വന്നത്? എവിടെ ഒന്നുമില്ല. ഇവിടെ പിള്ളേര് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അയ്യോ, നമ്മുടെ തലക്കിട്ട് കൊള്ളും. ഇല്ല, ഇങ്ങോട്ട് വാ. നമ്മുടെ അവിടെ പിള്ളേരുണ്ട്. ഏയ് ഇവിടെ പിള്ളേരെല്ലാരും എല്ലാത്തിന്റെ കവള് തുടിതിരിക്കണം. ചോപ്പ് ബ്ലഷ് ഇടേണ്ട ആവശ്യമില്ല. തണുത്തിട്ട് എങ്ങനെയുണ്ട് മേനം? ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് മേഹനയുടെ അടുത്ത്. എന്റെ മുമ്പത്തെ വീഡിയോ കണ്ടുവരും. അത് നടക്കാം. ഇടുവാ ഇടുവാ. ട്രെയിൻ ഇനിയില്ല. അങ്ങനെ ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു വന്നു. ഞങ്ങൾ കുറേ നേരം സംസാരിക്കുന്നു. ഇതെന്റെ ഹിമാചലി ഫ്രണ്ട്സ് ആണ്. ഞാൻ ഹിമാചലിലും ഷിംലയിൽ ആദ്യമായിട്ട് വന്നപ്പോൾ പരിചയപ്പെട്ട 2 ഫ്രണ്ട്സ് ആണ്. യുവർ നെയിം പോൽ? മധു, സുജാത. ഇവരെ എൻ്റെ ഭാര്യനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ വന്നതാണ്. എങ്ങനെയുണ്ട് ഹിമാചലി ഫ്രണ്ട്സിന്റെ ഒരു സ്നേഹവും കാര്യങ്ങളും? ഭയങ്കര ഇഷ്ടായി. ഞാൻ കൊറേ കല്യാണം കഴിഞ്ഞേക്കാ മുന്നേ കേട്ടു തുടങ്ങിയത് ഇവരെ കുറിച്ചിട്ട്. അപ്പൊ കണ്ടതിൽ കുറേ സന്തോഷം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഇവരോട് സംസാരിക്കാൻ പറ്റിയതിൽ, എനിക്ക് വീണ്ടും കാണാൻ പറ്റിയതിൽ, മെഹനുവിനെ ഇവരെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റിയതിൽ. മെഹൻ ഹാപ്പി അല്ലേ? ഇവിടെ നോക്കിയ ഫുള്ളും ഫോഗാണ് കേട്ടോ. മൊത്തത്തില് മൂടൽ മഞ്ഞാണ്. കിട്ടിയില്ല റൂട്ട്.